guys, welcome back to the video. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിൽമോറ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ട്യൂട്ടോറിയലും അതെങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഫിൽമോറയാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയാൽ കൂടുതൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഫിൽമോറ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് രണ്ട് ടൈപ്പ് വരും. ഒന്ന് ഫുൾ ഫീച്ചേർഡ്, പിന്നെ സിമ്പിൾ ആയിട്ടുള്ളതും. അപ്പോൾ നമ്മൾ ഫുൾ ഫീച്ചേർഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ വിൻഡോ. അപ്പോൾ അതിൽ നമുക്ക് കുറേ ട്രാക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ എക്സ്ട്രാ ട്രാക്സ് ആയിട്ട് വേണമെങ്കിൽ മ്യൂസിക്കിനും അതുപോലെ തന്നെ ടെക്സ്റ്റിനും വേണ്ടി നമുക്ക് എക്സ്ട്രാ ട്രാക്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അതിന് മുകളിലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കളേഴ്സ് വേണമെങ്കിൽ വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ വീഡിയോസ് അതിലുണ്ട്, അതും അവൈലബിൾ ആയിട്ട് വരുന്നു. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് മീഡിയ ഫയൽസ് കൊടുത്താലാണ് നമുക്ക് അതിലേക്ക് വീഡിയോ ചെയ്യാൻ പറ്റുക. റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം അതിൽ വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് മീഡിയ ഫയൽസിൽ നിന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അതിൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ട്രാക്കിലേക്ക് മാറ്റുന്നു വീഡിയോ എഡിറ്റിങ്ങിനായിട്ട്. നമുക്ക് നെക്സ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് മ്യൂസിക് ആഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ടെക്സ്റ്റസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം, സബ് ടൈറ്റിലായിട്ട് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോയിൽ അടുത്ത വീഡിയോയ്ക്കുള്ള ട്രാൻസിഷൻസ് ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മളെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഒത്തിരിയേറെ അതുപോലെ തന്നെ ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ ഓവർലേസ് എലമെൻറ്റ്സ് അങ്ങനെ ഒത്തിരിയേറെ വീഡിയോസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സ്ക്രീൻ എഫക്ട്സ് അതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്കത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം.
ഓക്കെ, അതുപോലെ തന്നെ അതിൽ വേറൊരു ഫീച്ചറാണ് നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനിൽ തന്നെ 2-3 വീഡിയോസോ ഫോട്ടോസോ അങ്ങനെയുള്ള അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാനതിൽ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിനെ 2 ഇതായി തിരിച്ചിരിക്കുന്നു, 2 ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഏരിയയിലും സെക്കൻഡ് ഏരിയയിലും നമ്മൾ വേറെ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ തന്നെ നമുക്ക് 2 വീഡിയോസ് കിട്ടും. നെക്സ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ വീഡിയോയുടെ മുകളിൽ എഡിറ്റിങ്ങുകളാണ്. അപ്പോൾ വീഡിയോയുടെ സൈഡിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങിനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് റൊട്ടേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അത് കോൺട്രാസ്റ്റ് ചെയ്യാനും സാച്ചുറേഷൻ ബ്രൈറ്റ്നസ്സിന് കളർ മാറ്റാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വീഡിയോ നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള സൗകര്യം നമുക്ക് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ വീഡിയോ റിവേഴ്സ് പ്ലേ ചെയ്യാനും അതിനെ സൗകര്യങ്ങൾ ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പിലുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഓഡിയോസിന് വേണ്ടിയിട്ട് വോളിയം ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയോസിന് നമുക്ക് ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ചെയ്യാനും പിച്ച് ചേഞ്ച് ചെയ്യാനുള്ള അതുപോലെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സൗകര്യം അതിലുണ്ട്. അതായത് വീഡിയോ ട്രിം ചെയ്യാനും അതുപോലെ തന്നെ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അണ്ടു അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വീണ്ടും പഴയ പോലെ ആക്കാനും പറ്റും. അതുപോലെ തന്നെ വീഡിയോയിലെ ഓഡിയോ വേണമെങ്കിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറ്റാം. ഓഡിയോ വേറെ ഡിറ്റാച്ച് ചെയ്ത് വേറെ ട്രാക്കിലേക്ക് മാറ്റാവുന്ന സൗകര്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ മ്യൂട്ട് ആക്കാനും പറ്റും. ഓക്കെ, വീഡിയോയുടെ ക്രോപ്പ് ആൻഡ് സൂമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വീഡിയോയുടെ എത്ര ഭാഗം വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം ലെയറാക്കി മാറ്റാവുന്നതാണ്. ഇപ്പോൾ മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയുടെ എത്ര ഭാഗം മാത്രം സ്ക്രീനിൽ വേണമെന്നുള്ളത് ചെയ്യാം. അതുപോലെ തന്നെ 16:9 ആണെങ്കിൽ അത്രയും വീഡിയോ സ്പേസാണ് എടുക്കുക. അതുപോലെ 4:3 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോ സ്പേസും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിസെറ്റ്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അഡ്ജസ്റ്റിങ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതിന് തന്നെ പ്രിസെറ്റ്സ് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോന് വേണ്ടി സ്പെഷ്യൽ കളേഴ്സ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പ്രിസെറ്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ കളർ ലൈറ്റ് അതുപോലെ തന്നെ വിജിനേറ്റ് ഓപ്ഷൻസ് അങ്ങനെയുള്ള ഒത്തിരിയേറെ സൗകര്യങ്ങൾ, ടെമ്പറേച്ചർ അതുപോലെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് അഡ്വാൻസിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ PIP എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തിയതിന് ശേഷം അപ്ലൈ PIP എന്ന് കൊടുക്കുക. അതിനുശേഷം അതിന് എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിനെ മൂവ് റൈറ്റ് മൂവ് ലെഫ്റ്റ് ഫേഡ് അങ്ങനെ ഫീച്ചേഴ്സ് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ വേറെ എഫക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫോട്ടോ ചെയ്ത പോലെ വീഡിയോയും ഇതേപോലെ PIP എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക, അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക. മെയിനായിട്ടുള്ള ചെയ്ത വീഡിയോ പോലെ തന്നെ ഇതിൽ നമുക്ക് അതിൻ്റേതായ ഫീച്ചേഴ്സ് മ്യൂട്ട് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യണ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ മാറ്റാം. MP4, MP3 അങ്ങനെ ചെയ്യാനുള്ള എല്ലാ ഫോർമാറ്റിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് വേണമെങ്കിൽ യൂട്യൂബിലേക്കും അതുപോലെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ഫോൾഡേഴ്സിലേക്കാണ് സേവ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സിൽ വേണമെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് അതിൻ്റെ ക്വാളിറ്റീസിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വീഡിയോ പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യാം.
അതിന് മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.